നമ്മൾ എടുക്കുകയാണ്. ഓ, പറന്ന് കയറി പോണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ഉള്ളത് ഓല S1X+ എന്ന് പറയുന്ന മോഡലാണ്. ഓലയുടെ ഏറ്റവും റേറ്റ് കുറഞ്ഞ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി മോഡൽ എന്ന് തന്നെ പറയാം. എല്ലാ എക്സ്ട്രാ ഫീച്ചേഴ്സും ഒഴിവാക്കിക്കൊണ്ട് ഒരു ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ഒരു കോമൺ മാൻ അല്ലെങ്കിൽ ഒരു അത്യാവശ്യം ഒരു ബൈക്ക് എടുക്കാൻ പ്ലാൻ ചെയ്ത് നിൽക്കുന്ന അല്ലെങ്കിൽ സ്കൂട്ടർ എടുക്കാൻ പ്ലാൻ ചെയ്ത് നിൽക്കുന്ന എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റേറ്റിൽ ഓല ഇപ്പോൾ അവരൊരു വണ്ടി കൊണ്ടുവന്നേക്കാണ്. ഈ വണ്ടിയുടെ എക്സ്ഷോറൂം പ്രൈസ് എത്രയാണെന്നും അല്ലെങ്കിൽ ഇതിൻ്റെ ഡൗൺ പേയ്മെൻറ്റ് എത്രയാണെന്നും ഇതിൻ്റെ റേഞ്ചിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാം. അപ്പം ഒരുപാട് വെച്ച് താമസിപ്പിക്കുന്നില്ല, ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പം ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പം നമുക്ക് വലിയ ചേഞ്ചസ് ഒന്നും ആദ്യമേ നോട്ടീസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ചെറിയ ചേഞ്ചസ് ആണ് കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഓല ഈ വണ്ടിയിൽ വരുത്തേക്കുന്നത്. നമ്മൾ മെയിനായിട്ട് ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഇവിടെ ഒരു പ്ലാസ്റ്റിക് പീസ് നമ്മളെ എയറിലും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ X+ എന്ന് പറയുന്ന ഈ മോഡൽ വരുമ്പോൾ നമുക്ക് അങ്ങനെ ഉള്ള പ്ലാസ്റ്റിക് ഭാഗങ്ങളെല്ലാം ടോട്ടലി ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഫ്രണ്ടിലോട്ട് വരുമ്പം ഡ്യുവൽ സസ്പെൻഷൻ സെറ്റപ്പാണ് കൊടുത്തേക്കുന്നത്. നേരത്തെ എന്ന് പറയുമ്പം സിംഗിൾ ഒരു സൈഡിൽ നിന്ന് വന്നിട്ട് ഈ പ്രോയിലൊക്കെ ഇങ്ങനെ സൈഡിൽ നിന്ന് വന്നിട്ട് ഒരു സസ്പെൻഷൻ സെറ്റപ്പായിരുന്നു. പക്ഷേ അത് ഒരുപാട് പേർക്ക് ഇഷ്യൂസ് വരുന്നുണ്ട്, ഒരുപാട് ഓട്ടത്തിൽ അത് ഒടിഞ്ഞു പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്യൂസൊക്കെ ആയിരുന്നു. അപ്പം ഇപ്പം കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ആ ചേഞ്ചസ് ഒക്കെയാണ്. ആ സസ്പെൻഷൻസ് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്ക് ബ്രേക്കിന് പകരം ഇപ്പം ഡ്രം ബ്രേക്കാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ ഫ്രണ്ടിൽ നോട്ടീസ് ചെയ്യാനുള്ളത് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മിസ്സിങ്ങും ഒക്കെയാണ്. പിന്നെ നമ്മൾ ലൈറ്റ്സിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് നേരത്തെ കണ്ടപോലെ തന്നെ ഒരു പ്രൊജക്ടർ സെറ്റപ്പിലൂടെ 2 ലൈറ്റാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ ഈ DRLൻ്റെ ഭാഗം ജസ്റ്റ് ഒരു ഗിമിക്ക് പോലെ വെറുതെ വെച്ചിട്ടേ ഉള്ളൂ. അവിടെ നമുക്ക് DRL അവൈലബിൾ അല്ല. അത് ഒരു കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് അവർ ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ സൈഡ് പാനലിലോട്ട് വരുമ്പോഴും സൈഡിൽ നോക്കുമ്പോഴും നമുക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും കാണാനില്ല. നേരത്തെ ഉള്ള മോഡൽ നമ്മുടെ ഈ മിറർ ആണെങ്കിലും ഹാൻഡിൽ ബാർ ആണെങ്കിലും സീറ്റ്സ് ആണെങ്കിലും എല്ലാം നേരത്തെ ഉള്ള പോലൊക്കെ തന്നെയാണ്. സൈഡിൽ നിന്ന് നമുക്ക് സൈഡും ബാക്കും എല്ലാം ഏകദേശം സെയിമാണ്. വേറെ X+ എന്നുള്ള ബാഡ്ജിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമ്മുടെ ടാങ്ക് ഓപ്പൺ ചെയ്യുമ്പം ഉള്ള ചാർജിങ് സോക്കറ്റും എല്ലാം സെയിം. എല്ലാം ഒരു വ്യത്യാസങ്ങളില്ല. ടെയിൽ ലൈം ആണെങ്കിലും നമ്പർ പ്ലേറ്റിൻ്റെ സെറ്റപ്പ് ആണെങ്കിലും എല്ലാം സെയിം തന്നെയാണ്. പിന്നെ നമുക്ക് മെയിനായിട്ടുള്ള ചേഞ്ചസ് വന്നേക്കുന്നത് ഈ മീറ്ററിലാണ്. മീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഇപ്പം നേരത്തെ നമുക്ക് ടച്ച് സ്ക്രീൻ സെറ്റപ്പായിരുന്നു വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് ടച്ച് സ്ക്രീൻ അവൈലബിൾ അല്ല. അതിന് പകരം ബട്ടണാണ്. നമുക്കിപ്പം വണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വണ്ടി കീലെസ് എൻട്രി ആണ്. സോ നമ്മുടെ ഈ X+ എന്ന് പറയുന്ന വേരിയൻറ്റിൽ കീലെസ് എൻട്രി വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഈ ഇതിന് വേറൊരു മോഡലുണ്ട് X എന്ന് പറയുന്നത്. അപ്പോൾ അത് കീലെസ് എൻട്രി അല്ല, വിത്ത് കീ തന്നെയാണ്. നമുക്ക് വണ്ടി ഓപ്പൺ ആക്കണമെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു ഇഗ്നിഷൻ ബട്ടൺ ലോങ് പ്രസ് ചെയ്ത് വെക്കുക. അത് ലോങ് പ്രസ് ചെയ്ത് വെക്കുമ്പോൾ തന്നെ ഓല എന്നുള്ള ബാഡ്ജിങ് നമുക്ക് കാണാം. ഓക്കെ, അപ്പം നമുക്കിപ്പം സ്ക്രീൻ ലോഡായിട്ടുണ്ട്. നിങ്ങൾക്ക് ഗോപ്രോയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് പാസ്കോഡ് അടിക്കാനുള്ള ഒരു സെറ്റപ്പ് കാണിക്കുന്നു. നേരത്തെ പറഞ്ഞാൽ നമ്മൾ കൈകൊണ്ട് പിൻ അടിച്ചു കൊടുക്കട്ടെ, ഒരു ടച്ച് സ്ക്രീൻ സെറ്റപ്പായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് അങ്ങനെയല്ല. അപ്പം ഇതിൽ തന്നെയാണ് നമുക്ക് കൊടുക്കുക. ഇപ്പം ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 1 എന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇത് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാക്കിലോട്ട് പോകും. അതായത് ഇപ്പം 9, 8, 7, 6 അങ്ങനെ രീതിയിൽ ബാക്കിലോട്ട് പോകുന്നത് കാണാൻ പറ്റും. ഇതെന്ന് പറയുമ്പോൾ ഈ ബട്ടൺ എന്ന് പറയുമ്പോൾ മുമ്പോട്ട് 1, 2, 3 എന്ന് പറയുന്ന ആ ഒരു ഓർഡറിൽ മുമ്പോട്ട് പോകും. അപ്പോൾ നമ്മുടെ ഈ വണ്ടിയുടെ പിൻ നമുക്കിവിടെ അതനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ നമ്പർ ചൂസ് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കാനാണ് നമുക്ക് ഈ ബട്ടൺ. നമുക്ക് അങ്ങനെ ഈ ബട്ടൺ സെറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മുടെ വണ്ടി ഇപ്പം അൺലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാം ഇപ്പം ഇവിടെ പാർക്കിടുന്നതാണ് കാണിക്കുന്നത്. നമ്മുടെ സൈഡ് സ്റ്റാൻഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ സൈഡ് സ്റ്റാൻഡിൻ്റെ ഒരു ഇൻഡിക്കേറ്ററും കാണാം. നമുക്ക് ബേസിക്കുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിനകത്തുള്ളൂ. മറ്റേ നമ്മുടെ പ്രോയിലൊക്കെ ഉള്ള പോലെ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളും ഒന്നുമില്ല. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ലൈറ്റിൻ്റെ, ക്രൂസ് കൺട്രോളിൻ്റെ, പിന്നെ ഇൻഡിക്കേറ്റർ, ഒരു ഡീസൻറ്റ് ഹോൺ. അതുപോലെ തന്നെ നമുക്ക് നേരത്തെ ഉള്ളൊരു ഫീച്ചറായിരുന്നു ഇവിടെ ബ്ലൂടൂത്ത് നമുക്ക് കണക്ട് ചെയ്ത് സ്പീക്കർ. ഇപ്പം ഒരു യൂസറിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സ്പീക്കറിൻ്റെ ആവശ്യമൊന്നും നമ്മുടെ ഇതുപോലൊരു വണ്ടിക്കില്ല. സോ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പം സ്പീക്കേഴ്സും കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പം പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് ഒരു ചാർജിങ് സോക്കറ്റാണ്. അപ്പം ഇതിപ്പോൾ നമ്മളൊരു ചാർജിങ് സോക്കറ്റ് മഴ നനയാതെയുള്ള രീതിയിലൊക്കെ ആയിരിക്കും. ഇതിനുള്ളിലാണ് ഇവിടെ നിങ്ങൾക്ക് എത്രത്തോളം ഗോപ്രോയിൽ കൂടെ കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇതുപോലെ ഉള്ളിലായിട്ടാണ് ഇവിടെയാണ് സെറ്റ് ചെയ്തത്. ഒരു ക്യാപ്പ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഇത് ഉള്ളിലാണ് അതിൻ്റെ ഒരു USB പോർട്ട് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഫോൺ ഒരു എത്ര നല്ല ഫോണായാലും ഇവിടെ കയറും.
ഫോണിൻ്റെ സൈസ് ഇഷ്യൂസ് ഒന്നും ഇല്ല. അതുപോലെ തന്നെ നമുക്ക് സീറ്റ് ഓപ്പൺ ആക്കണമെങ്കിൽ തന്നെ നമ്മുടെ അത് ഈ ബട്ടണാണ്, ഈ ക്രൂസ് കൺട്രോളിൻ്റെ ബട്ടൺ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സീറ്റ് ഓപ്പണായി. ഒരു അത്യാവശ്യം ഒരു നല്ലൊരു ഹെൽമെറ്റ്, ഇപ്പം ഒരു ഏതെങ്കിലും MTയുടെയോ അല്ല സ്റ്റുഡിൻ്റെയോ ഏതെങ്കിലും നല്ല ഹെൽമെറ്റ് സ്യൂട്ട് ആകാൻ പറ്റുന്ന രീതിയിൽ ഒരു ഡീസൻറ്റ് എമൗണ്ട് ഓഫ് സ്പേസ് ഉള്ള ഒരു ഹെൽമെറ്റ് സ്റ്റോർ അല്ലെങ്കിൽ ഒരു സ്റ്റോറേജ് സ്പേസ് തന്നെയാണ് നമ്മൾ ഓല ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വണ്ടിയുടെ യൂസർ മാനുവൽ ഒക്കെ ഉണ്ട്. പക്ഷേ ഇത് S1-ൻ്റെ ആണ് കേട്ടോ. S1 അല്ല എല്ലാത്തിൻ്റെയും ഉണ്ട്. ഓക്കെ, അപ്പം ഇതിനകത്ത് നമുക്ക് ബേസിക് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വെച്ച് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് ഇതിനകത്ത് ഇപ്പോൾ തന്നെ ഒരു ഹെൽമെറ്റ് ഇരിപ്പുണ്ട്. ഒരു നോർമൽ സൈസ് ഹെൽമെറ്റാണ്. അത് മേ ബി ഈ സൈസിലുള്ള 2 ഹെൽമെറ്റ് ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇതിനകത്ത് സ്പേസ് ഉണ്ട്, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഡീസൻറ്റ് എമൗണ്ട് ഓഫ് സ്പേസ് ഉണ്ട്, നമുക്ക് അത്യാവശ്യം നല്ല കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ വേറൊരു ചേഞ്ച് ഇതാണ്, ഇവിടെ ഒരു ബമ്പ് ഉണ്ടായിരുന്നു നേരത്തെ ഇങ്ങനെ ഒരു ചെറിയൊരു ബമ്പ് പോലെ വരുന്നുണ്ട്. ഇപ്പം നമുക്ക് ഗ്യാസ് കുറ്റിയാ എന്താണെന്ന് വെച്ചാൽ അവിടെ വെച്ചോണ്ട് പോകാം. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഇവിടുന്ന് മാറിയിട്ടുണ്ട്. വണ്ടി ചെറിയ കീ സൗണ്ട് നമ്മൾ വണ്ടി ആക്സിലേറ്റർ ഒന്നും കൊടുക്കാതെ വെച്ചേക്കുകയാണെങ്കിൽ വണ്ടി ഇങ്ങനെ ബീപ്പ് വന്നിട്ട് വണ്ടി ഓഫ്. നമ്മളിപ്പോൾ ഇൻഡിക്കേറ്റർ ഇടുകയാണെങ്കിൽ തന്നെ ഒരു ബീപ്പ് വന്നിട്ടാണ് നമ്മൾ ഇൻഡിക്കേറ്റർ വീണിട്ടുണ്ട് എന്ന രീതിയിൽ അറിയുന്നത്. അപ്പോൾ ഇവിടെ ടണലുണ്ടായിരുന്നു, അപ്പോൾ ആ ടണൽ ഇപ്പോൾ നമുക്ക് മിസ്സിംഗ് ആണ്. അപ്പം ബേസിക്കലി അത്രയൊക്കെയാണ് നമ്മുടെ ഓലയിൽ ചേഞ്ചസ് വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ നേരത്തെ ഇവിടെ ഒരു ഡിസ്ക് ബ്രേക്ക് ആയിരുന്നു, ഇപ്പോൾ അത് മാറി ഒരു ഡ്രം ബ്രേക്ക് വന്നിട്ടുണ്ട്. അത് ഇതിൻ്റെ എക്സൈറ്റിംഗ് പാർട്ടാണ്. അതായത് കോസ്റ്റ് കട്ടിങ് എല്ലാം ചെയ്തിട്ട് നമ്മുടെ ഈ വണ്ടിക്ക് എത്ര റേറ്റ് വന്നു എന്നുള്ളതാണ് എൻ്റെ മെയിൻ കാര്യം. ഇപ്പം ഈ വണ്ടിക്ക് ഓല ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുമ്പം 89,999 അതാണ് ഇപ്പം ഓല ചോദിക്കുന്ന ഇതിൻ്റെ റേറ്റ്. എക്സ് ഷോറൂം പ്രൈസ് അത്രയാണ്. നമുക്ക് ബാക്കി ചാർജസും ബാക്കിയെല്ലാം കൂടെ വന്നിട്ട് നമുക്കൊരു 20,000 റുപ്പീസ് എന്തോ ഇതിന് ഡിസ്കൗണ്ട് വരുന്നുണ്ട്. ഇപ്പം ഈ ഡിസംബർ വരെ ഉള്ളൂ ഡിസ്കൗണ്ട്. അപ്പം ഡിസ്കൗണ്ട് അല്ലാത്ത റേറ്റ് എന്ന് പറയുമ്പോൾ 1,25,000 26,000 എന്താണ് ഡിസ്കൗണ്ട് 20,000 റുപ്പീസ്. അത് ഈ ഡിസംബർ വരെ ഉള്ളൂ, ഇൻട്രക്ടറി ഓഫർ പോലെയാണ് അത് വന്നേക്കുന്നത്. അപ്പം ആ റേറ്റൂടെ കഴിഞ്ഞിട്ട് നമുക്ക് 1,06,000 രൂപയ്ക്ക് നമുക്ക് വണ്ടി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് EMI ഇതിനെല്ലാം അവൈലബിൾ ആണ്. EMI നമുക്കൊരു സിബിൽ സ്കോറിൻ്റെ ബേസിലാണ് നമുക്ക് EMI കിട്ടുന്നതെങ്കിലും നമുക്ക് നല്ല സിവിൽ സ്കോർ ഒരു 750ക്ക് മേളിലൊക്കെ സിവിൽ സ്കോറുള്ള ആൾക്ക് നമുക്കൊരു 5,000-6,000 വരെയൊക്കെ രൂപ കൊടുത്തിട്ട് വണ്ടി എടുത്തിട്ട് പോകാമെന്നാണ് അവർ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പം നിങ്ങളുടെ സിവിൽ സ്കോർ എത്ര കൂട്ടാണോ അതിനനുസരിച്ച് വണ്ടിയും നമുക്ക് കിട്ടാനുള്ള ചാൻസും ലോ പ്രൈസിൽ നമുക്ക് വണ്ടി കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം എല്ലാവരും സിവിൽ സ്കോർ ചെക്ക് ചെയ്യുക. വണ്ടി എടുക്കാൻ പോകുന്നവർ EMI ഇടാൻ പ്ലാൻ ഉണ്ടെങ്കിൽ സിവിൽ സ്കോർ ഒന്ന് നോക്കി നോക്കുക. സിവിൽ സ്കോർ ബെറ്റർ ആണെങ്കിൽ നമുക്ക് 5,000 രൂപയ്ക്ക് തന്നെ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റും. അതുപോലെ നമുക്ക് വണ്ടി ഒന്ന് എടുക്കാം. വണ്ടി എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഞാൻ മുമ്പേ കാണിച്ചാൽ തന്നെ പിന്നടിക്കുമ്പോൾ ഇവിടെ നമുക്കിപ്പം സ്റ്റാൻഡൊക്കെ ഞാൻ തട്ടിയേക്കാണ്, പക്ഷേ പാർക്കിംഗ് എന്നായിരിക്കും. അപ്പം നമ്മൾ ബ്രേക്ക് പിടിച്ചിട്ട് ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാമെങ്കിൽ നോർമലിലേക്ക് മാറും. നോർമലിലേക്ക് പറയുമ്പോൾ നമ്മൾ വണ്ടി ഓടിക്കാൻ പറ്റുന്ന ഒരു നോർമൽ സ്പീഡ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മോഡിൻ്റെ ബട്ടണാണ്. ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ട് ഇവിടെ സ്പോർട്സ് എന്നായി. നമുക്ക് 2 മോഡാണ് വേണ്ടത്, സ്പോർട്സും നോർമൽ. നമ്മൾ ഈ സ്പോർട്സ് മോഡ് ആണെങ്കിൽ വണ്ടി നമ്മളെ വലിച്ചെടുത്തുകൊണ്ട് പോകുന്നൊരു രീതിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്കിപ്പം നോർമലിട്ട് പോകുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു ഫ്യൂവൽ എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ കിട്ടും. വണ്ടി കൈ കൊടുക്കുകയാണെങ്കിൽ പതുക്കെ എഴുന്ന് കയറി പോകുന്നുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ അത് മാറ്റി സ്പോർട്സിൽ ഇടുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ നമ്മളെ വലിച്ചെടുത്തുകൊണ്ട് പോകും. അതുപോലെ തന്നെ നമ്മുടെ റേഞ്ചും കുറയും. നമുക്കിപ്പോൾ ഇവിടെ കാണാം, നിങ്ങൾക്ക് നോർമൽ ഇട്ട് കഴിയുമ്പോൾ റേഞ്ച് 93 കാണിക്കുന്നുണ്ട്. പക്ഷേ സ്പോർട്സിലോട്ട് മാറി കഴിയുമ്പോൾ റേഞ്ച് 82 കിലോമീറ്ററിലോട്ട് മാറും. അതാണ് ഫ്യൂവൽ എഫിഷ്യൻസി ഭയങ്കരമായിട്ട് നമുക്ക് കുറയും. അപ്പം നമ്മൾ നോർമലി എല്ലാവരും യൂസ് ചെയ്യുന്ന ടൈമിൽ നോർമൽ തന്നെ ഇട്ട് യൂസ് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് സ്പോർട്സിലിട്ട് നോക്കാം, നമുക്ക് വണ്ടി ഒന്ന് തിരിക്കാം. വണ്ടി ഇത് എത്രത്തോളം പവർ തരുന്നുണ്ട് അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാമല്ലോ. ഓക്കെ, ഇപ്പോൾ അത്യാവശ്യം പാച്ചിയായിട്ട് റോഡാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നിന്നു, നമ്മൾ നോർമലിലാണ് ഇപ്പോൾ കിടക്കുന്നത്. നമ്മൾ നോർമലിൽ നിന്ന് മോഡ് മാറ്റി നമ്മൾ എടുക്കുകയാണ്. ഓ, പറന്ന് കയറി പോണ്, മൈ ഗോഡ്. വണ്ടി ഒരു രക്ഷയില്ല കേട്ടോ, വണ്ടി പറക്കുന്നു. ഇതിന് വെയിറ്റ് കുറവായതുകൊണ്ടൊരു പേടിയുണ്ട് എനിക്ക്, ഒരുപാട് സ്പീഡിൽ പോരാ. അതുപോലെ തന്നെ റോഡ് നല്ല പാച്ചിയാണ്, അപ്പം പിടിച്ചാൽ എത്രത്തോളം നിൽക്കും. ഡ്രം ബ്രേക്കും ആണ്. പക്ഷെ ബ്രേക്ക് പിടിക്കുമ്പോൾ ചെറുതായിട്ട് ഡ്രം ബ്രേക്കിൻ്റെ ഒന്ന് സർവീസ് റെഡി ആവുമായിരിക്കും. ഒരു ചെറിയ കീ എന്നുള്ള സൗണ്ട് ഉണ്ട്. ഓഹ്, എൻ്റെ പൊന്നെ, കൈ കൊടുക്കുമ്പം അത്യാവശ്യം നല്ലൊരു പവറുള്ളൊരു ബൈക്ക് എത്രത്തോളം രീതിയിൽ
പോകുന്നുണ്ട്. ആ ഒരു രീതിയിൽ നമുക്ക് കൈ കൊടുക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വണ്ടി കയറുന്ന രീതിയിൽ നമുക്ക് അത് അറിയാൻ പറ്റുന്നുണ്ട്. ഈ വണ്ടി എന്തായാലും ഒരു കള്ളൻ അടിച്ചുകൊണ്ട് പോകാൻ ഇച്ചിരി പാടായിരിക്കും. കാരണം നമ്മൾ വണ്ടി ഒന്ന് വെച്ച് ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേ വണ്ടി അങ്ങ് ഓട്ടോമാറ്റിക് ലോക്കാവും. ലോക്കായി കഴിഞ്ഞാൽ പിന്നെ ഈ ലോക്കടിച്ച് വണ്ടി എടുത്തുകൊണ്ട് പോകാന്ന് പറയുന്നത് ഇത്തിരി പാടാണ്. നമ്മുടെ ഈ ഓലയുടെ എയറിലും അങ്ങനെയുള്ള വേരിയൻസിൽ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേയിലാണ് എൻ്റെ പിന്നടിക്കുന്നതൊക്കെ. പക്ഷേ ഇത് ബട്ടണാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ വണ്ടി എടുക്കണമെങ്കിൽ ഇപ്പം നമ്മൾ തന്നെ ഇപ്പം ഒരു ഓണർ തന്നെ വണ്ടി എടുക്കണം. ഒരു മഴയത്തൊക്കെ വന്ന് വണ്ടി എടുക്കാൻ നോക്കുവാണെങ്കിൽ ഇച്ചിരി പാടുപെടും. കാരണം പിന്നൊക്കെ അടിച്ച് വണ്ടി ഒന്ന് ഓണായി ആവോട്ടെ എന്ന് പറയാനൊരു ലാഗുണ്ട്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബഡ്ജറ്റ് അത്രയ്ക്കും കുറവുള്ളവർ മാത്രമേ ഈ വണ്ടി നോക്കാവൂ. അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ബെറ്റർ ഓപ്ഷനായിട്ടുള്ള ഓല എയറോ അല്ലെങ്കിൽ പ്രോയോ അങ്ങനെയൊക്കെ ഉള്ള ഓപ്ഷൻസ് നോക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ. അതായത് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വേണം, എന്നാൽ എൻ്റെ കയ്യിൽ മുടക്കാൻ അത്ര എമൗണ്ട് ഇല്ല, പെട്രോൾ അടിക്കാനുള്ള പൈസയും പ്രശ്നമാണ്, ഇലക്ട്രിക് സ്കൂട്ടർ മതി, പക്ഷേ ഫണ്ടാണ് പ്രശ്നം. അങ്ങനെയുള്ളവർക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു മോഡലാണ് ഈ ഓല എക്സ് പ്ലസ് എന്ന് പറയുന്നത്. പക്ഷേ ബാക്കി എല്ലാം കൊണ്ടും ഓടിക്കാനും എല്ലാം നമ്മുടെ പഴയ സംഭവത്തിൻ്റെ സെയിം ഫീച്ചറും കാര്യങ്ങളൊക്കെയാണ്. ഈ കീലെസ് എൻട്രി എല്ലാം ഉണ്ട്. നമ്മുടെ മറ്റേ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ ഈ സ്പീക്കറിനൊക്കെ എന്താവശ്യമാണ് ഒരു കോമൺ മാന് ഒരു വണ്ടി യൂസ് ചെയ്യുമ്പം അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ വെറുതെ ഓല ആൾക്കാരെ പിടിക്കാനായിട്ടുള്ള രീതിയിൽ സെറ്റ് ചെയ്തതാണ്. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കി ഒരു യൂസറിന് അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ച് തന്നെയാണ് ഈ വണ്ടി ഇറക്കിയിട്ടുള്ളത്. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ എൻ്റെ കയ്യിൽ ബഡ്ജറ്റ് കുറവാണ്, എനിക്ക് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ തന്നെ വേണം, പെട്രോൾ അടിക്കാനുള്ള പൈസയും കമ്മിയാണ് എന്നുള്ളൊരു ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെറ്റർ മോഡൽ തന്നെയാണ് നമ്മുടെ ഈ എക്സ് പ്ലസ് എന്ന് പറയുന്നത്. നമുക്ക് ഈ വണ്ടി ഇപ്പം തന്നേക്കെന്ന് പറയുന്നത് നമ്മുടെ മാവേലിക്കരയുള്ള ഓല എക്സ്പീരിയൻസ് ഉണ്ടെന്നാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടി നോക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വണ്ടിയെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസും അറിയണമെങ്കിൽ അവരുടെ സ്റ്റോർ വിസിറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ വേണമെങ്കിൽ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം താഴെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് ചോദിക്കാനാണ്. അവരെല്ലാം നമ്മൾ ഷോറൂമിൽ ചെല്ലുമ്പോഴാണെങ്കിലും അവരുടെ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം എന്ത് കാര്യത്തിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അത്രത്തോളം തന്നെയുള്ളൂ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ. നമ്മുടെ ഓല എക്സ്പ്രസിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ലവും സപ്പോർട്ടും എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണം. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കൂടിയാൽ നമുക്കിതുപോലെ പുതിയ പുതിയ വണ്ടികളുടെ എല്ലാ സംഭവങ്ങളും ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിക്കാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഇറ്റ്സ് സൈനിങ് ഓഫ് ഫ്രം ഷാകിൽ.